പ്രതിപക്ഷത്തിന്റെ അനാവശ്യ പ്രതിഷേധത്തിനിടയിലും നിർണായക ബില്ലുകൾ പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വന്ദേമാതരം ചൊല്ലിയാണ് സഭാ നടപടികൾ അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സഭയിലെത്തി. രാജ്യസഭയും നടപടികൾ പൂർത്തിയാക്കി പിരിഞ്ഞു. അതേസമയം പാർലമെന്റിന് പുറത്ത് ആഭ്യന്തരമന്ത്രി അമിത് ഷായെ ആക്ഷേപിച്ച് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആദർശ് ഒപ്പം ചേരുന്നുണ്ട്. ആദർശ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വന്ദേമാതരം പാടി അവസാനിപ്പിക്കുന്നു, നിർണായക ബില്ലുകൾ പാസാക്കുന്നു. അതും പ്രതിപക്ഷം ഏറെ നേരം ബഹളം വെച്ച് സഭ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും. ആദ്യം ഈ സഭാകാലത്തെക്കുറിച്ച് പറയൂ, അതിനുശേഷമാകാം അമിത്ഷായെ കളിയാക്കി എന്ന വാർത്തയെക്കുറിച്ച്. കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഈ ഒരു സഭാ കാലയളവ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ പല വിഷയങ്ങളിലും സഭയ്ക്കുള്ളിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഒളിച്ചോടുന്ന സമീപനം സ്വീകരിച്ചത്. അവർ നീറ്റ് വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി സഭയ്ക്കുള്ളിൽ എത്തണമെന്നും ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകണം എന്നുമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും 24 മണിക്കൂർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാലാകട്ടെ, അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരു സഭകളിലും അവർ സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളിലൊക്കെ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഉന്നത പരീക്ഷാ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ സഭയ്ക്കുള്ളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന പല വാദങ്ങളുടെയും മുന്നേ ഒടിയുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. കാരണം രാജ്യത്തെ ഉന്നത പരീക്ഷകൾ, പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷകളിലടക്കം ക്രമക്കേടുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുത്ത കൃത്യമായിട്ടുള്ള നടപടികൾ, അതുമല്ലെങ്കിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമൊക്കെ സർക്കാർ നടത്തുന്നു. എന്നാൽ പഞ്ചാബിലും ജാർഖണ്ഡിലും കർണാടകയിലും ഒക്കെ നടന്ന ഈ പരീക്ഷാ ക്രമക്കേടുകളിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള ചോദ്യമുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് രാഹുലിനും അദ്ദേഹത്തിനൊപ്പമുള്ള ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും തന്നെ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പിന്നീടൊക്കെ പല ബില്ലുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ഒളിച്ചോടുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു സമ്മേളന കാലയളവ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും പ്രതിരോധത്തിലായപ്പോഴാണ് അവർ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന ഒരു നിലപാടിലേക്ക് മാറിയത്. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന 20 തൃണമൂൽ കോൺഗ്രസിൻ്റെ എംപിമാർ, ശിവസേനയുടെ എംപിമാർ, അവരൊക്കെ തന്നെ ഭരണപക്ഷത്തോടൊപ്പം ചേർന്നു. ഇത് രാഷ്ട്രീയമായിട്ട് തന്നെ ഈ പ്രതിപക്ഷത്തിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ആദ്യം അവർ നീറ്റ് വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ നടത്തുന്ന പ്രതിഷേധവും പിന്നാലെ അവർ പ്രഖ്യാപിച്ച പാർലമെൻറ്റ് മാർച്ചും ആ പാർലമെൻറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമങ്ങളുമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഭയ്ക്കകത്തും പുറത്തും വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. എന്നാൽ സർക്കാരാകട്ടെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരികയും അദ്ദേഹം കൃത്യമായിട്ട് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യുമെന്ന് അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. എന്നാൽ പിന്നീട് നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കേരള എന്നുള്ള പേര് മാറ്റി കേരളം എന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് ലോക്സഭയിൽ, ആ ബില്ലിൽ ചർച്ചയ്ക്ക് പോലും കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എംപിമാർ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി രാജ്യസഭയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെയാകട്ടെ അവർ വാക്കൗട്ട് നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിലുള്ള സമീപനം അത് കേരളത്തിൽ നിന്നുള്ള LDF UDF എംപിമാർ സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം ഒന്നാകെ ഈ സഭാ സമ്മേളന കാലയളവിൽ അവർ പലപ്പോഴും പ്രതിരോധത്തിലാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചതും ആ വിധത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക എന്നതിലേക്ക് എത്തിച്ചതും. കൃഷ്ണരാജ്, ആദർശ്, ഇനി പാർലമെന്റിന് പുറത്ത് അമിത്ഷാക്കെതിരെ ഒരു അധിക്ഷേപ പ്രതിഷേധം നടന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുകൂടി. കൃഷ്ണരാജ്, നമുക്കറിയാം, സഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെയാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായത്. അവർ പലപ്പോഴും ഈ സഭയ്ക്ക് പുറത്ത് നടത്തുന്ന പ്രതിഷേധങ്ങൾ അതൊക്കെ തന്നെ വിവാദമായിട്ട് മാറിയിട്ടുണ്ട്. അവർ അയോധ്യ വിഷയത്തിൽ നടത്തിയ പ്രതിഷേധം, പപ്പു യാദവും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, അവർ ഈ കാവ്യവേഷം അണിയുന്ന പപ്പു യാദവിനെ രാഹുലും ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ അംഗങ്ങളും ഒക്കെ സമീപിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ സന്യാസത്തെ അപമാനിച്ചു, ആ രീതിയിൽ തന്നെ സനാതന ധർമ്മത്തെ അധിക്ഷേപിച്ചതിൽ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുന്ന സാഹചര്യത്തിൽ
വിഷയത്തിൽ ആ വിഷയം മാറിയിരുന്നു. അതിൽ നിന്നും അവർ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ് അവർ ഈ സഭാ സമ്മേളനം അവസാനിക്കുന്ന അവസാന ദിവസം സഭയ്ക്ക് പുറത്ത് നടത്തിയ പ്രതിഷേധം. അവർ ഈ കുരങ്ങിൻ്റെ രൂപങ്ങളുമായി പാർലമെൻറ്റിന് മുന്നിലേക്ക് എത്തുന്നു. അവിടെ അവർ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധത്തിൽ അവർ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കുരങ്ങിൻ്റെ രൂപമായി എത്തിയത് എന്നുള്ളത് അവരുടെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രകടനമായി മാറി. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ കോൺഗ്രസിൻ്റെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇത് പ്രകടമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് രാഹുൽ തന്നെ സഭയ്ക്കുള്ളിൽ നടത്തിയ പല ഈ പരാമർശങ്ങളും അതൊക്കെ അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളതും അത് സഭാരേഖകളിൽ നിന്ന് നീക്കുന്ന കാര്യമൊക്കെ പലപ്പോഴും ആരായിരുന്നോ ചെയറിലുണ്ടായിരുന്നത്, അത് സ്പീക്കർ, അതുമല്ലെങ്കിൽ അപ്പോൾ സഭ നിയന്ത്രിക്കുന്നത് ആരാണോ അവർ തന്നെ ഇക്കാര്യത്തിൽ പലപ്പോഴും രാഹുലിന് റൂളിംഗ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സഭയ്ക്ക് പുറത്തു വരുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പല പ്രതിഷേധങ്ങളും മാറുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ കുരങ്ങിൻ്റെ രൂപവുമായി അവർ നടത്തിയ ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. ഭരണപക്ഷത്തു നിന്നാകട്ടെ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട കാര്യം ഉയർത്തിയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഭരണപക്ഷം ഇതൊന്നും അതിര് വിടാതിരിക്കുന്നതിനുള്ള ജാഗ്രതയും കൃത്യമായിട്ടുള്ള മുൻകരുതലുകളും ഒക്കെ സ്വീകരിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷമാകട്ടെ അവർ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ പ്രകടനങ്ങളെ മാറ്റുകയായിരുന്നു. കൃഷ്ണരാജ്.